നോമ്പ് തുടങ്ങിയതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോൺ വെജിന്റെ വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. അപ്പൊ അത് കാണുമ്പോ പലരും ചോദിക്കുന്നുണ്ട് നമുക്ക് എന്താ നൊയമ്പില്ലേ എന്ന്. ഒരുപക്ഷെ അവര് കേട്ടിട്ടില്ലായിരിക്കും. ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ അതൊക്കെ പോട്ടെ, പ്രവൃത്തി മാത്രം പോരാ. ഇന്ന് തട്ടുദോശയാണോ? ഇന്ന് അമ്മയ്ക്കൊരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദോശ എങ്ങനെയുണ്ട്? സൂപ്പർ ദോശയാണ്. നിന്റെ കൈ പൊള്ളിയില്ല, അങ്ങനെ കൊണ്ടുവരരുത് തവയുടെ അടുത്തേക്ക് കൈ. അമ്മ തന്നെ പരിമല പോയിട്ട് എന്തൊക്കെയാണ് അനുഭവങ്ങൾ? ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. എന്ത് റേറ്റ് ഉണ്ട്? 8000 രൂപയൊക്കെ. ശനിയാഴ്ചത്തേക്ക് ഇനി കോഴിക്കോട്ട് ഉണ്ടാക്കി ഷേപ്പ് റൗണ്ട് കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് വേണം. നിങ്ങള് രസകരമായ ആ മോൾഡിങ് ഞാൻ കാണിച്ചു. അമ്മയ്ക്ക് കുറച്ച് സന്തോഷമായി തോന്നുന്നു. ഏതായാലും മോൾഡിങ് വിഷമിക്കണ്ട. ഇത് വെന്തെടുക്കുമ്പോ അതിങ്ങനെ ഇറ്റിറ്റ് വീഴണം, തുടുത്തിരിക്കണം. നമ്മുടെ വീഡിയോ കാണുമ്പോഴേ, അതായത് നോമ്പ് തുടങ്ങിയതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോൺ വെജിന്റെ വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. അപ്പൊ അത് കാണുമ്പോ പലരും ചോദിക്കുന്നുണ്ട് നമുക്ക് എന്താ നൊയമ്പില്ലേ എന്ന്. പക്ഷെ നമ്മൾ നൊയമ്പിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പേത്രത്തെ കുറിച്ചും വലിയ നോമ്പിന്റെ കാര്യങ്ങളെ കുറിച്ചും എല്ലാം കൃത്യമായിട്ട് നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന നൊയമ്പിനെ കുറിച്ചും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെ 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 അതെ. പക്ഷെ നമ്മൾ നോൺ വെജിന്റെ വീഡിയോസ് ഇടയ്ക്ക് ഇടുമ്പോ ചിലർ ചോദിക്കുന്നുണ്ട് എന്താ നൊയമ്പില്ലെന്ന്. അത് ചിലപ്പോൾ പുതിയതായിട്ട് വരുന്നവരായിരിക്കാം, പുതിയതായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരായിരിക്കാം അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്താണെന്നൊന്ന് പറയാമോ? കാരണം അത് സ്വാഭാവികമാണ്. ആദ്യമായിട്ടൊക്കെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ചിലർക്കൊരു സംശയം വരും, നൊയമ്പ് കാലത്ത് നോൺ വെജ് കാണുമ്പോൾ നമ്മൾ നൊയമ്പ് നോക്കണില്ലേ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും വരാം. അപ്പം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് അമ്മ ഇപ്പം പറയാൻ പോണേ കേട്ടോ. നൊയമ്പ് ഒരു കമന്റിൽ ഞാൻ കണ്ടതാട്ടോ, നൊയമ്പ് ഡയറ്റ് കൊണ്ട് മാത്രം ശരിയല്ല. അത് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ പറയാം. എല്ലാ നോമ്പും തുടങ്ങണതിന് മുമ്പ് 25 നോയമ്പില് ലാസ്റ്റ് 5 ദിവസം ഞങ്ങൾ നോയമ്പ് എടുക്കാറുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3 നോയമ്പ് 3 ദിവസം. അപ്പൊ ഈ 50 നോയമ്പ് ഞങ്ങളെ സംബന്ധിച്ച് 50 നോയമ്പ് 50 ദിവസവും കുറച്ച് വർഷങ്ങളായിട്ട് 50 ദിവസവും ഞങ്ങൾ എടുക്കണുണ്ട്. അതായത് റിട്ടയർ ചെയ്തതിന് ശേഷം വീട്ടിലിരുന്നുള്ള ഭക്ഷണമല്ലേ കഴിക്കണത്. പിന്നെ പുറത്തു പോകുമ്പോഴാണെങ്കിലും ഓർക്കും അങ്ങനെ വെജ് പുറത്തു പോകുമ്പോൾ മിക്കവാറും ഒക്കെ കഴിക്കാറുള്ളൂ. അപൂർവമായിട്ട് നോൺ വെജ് മേടിക്കാറുള്ളൂ പുറത്തു പോകുമ്പോൾ. അപ്പം അതുകൊണ്ട് റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ എന്തായാലും നോയമ്പ് എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അത് കാരണം നോമ്പ് കറികളെ ഉണ്ടാക്കാറുള്ളൂ. നോയമ്പ് കറികളായിരിക്കും 50 ദിവസം ഇവിടുത്തെ കിച്ചണിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, പാലും മോരും തൈരും ഉപയോഗിക്കാറുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെജ് കറി, പപ്പടമൊക്കെയാണ് ഇതിന്റെ ഉസ്താദം. സാമ്പാറും പപ്പടമാണ് മിക്കവാറും. പിന്നെ അത്താഴം കഞ്ഞിയാണെങ്കിൽ കഞ്ഞിയും പയറും ചമ്മന്തിയും, അല്ലെങ്കിൽ കഞ്ഞിയും പയറും പിക്കിളും. പപ്പടം ചുട്ടതായിരിക്കും ചിലപ്പോൾ, മിക്കവാറും ഒക്കെ ചുട്ടുണ്ടാവും. സാമ്പാറുള്ളപ്പോ എനിക്ക് ചിലപ്പോ ഒരു ഇളകും കാച്ചണം. ഞങ്ങൾ കാച്ചണം പറഞ്ഞ അങ്ങനെ കാച്ചാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് ചെയ്യണേ. പിന്നെ പുതിയ വ്യൂവേഴ്സിന് ശരിക്കും സംശയം തോന്നിക്കാം. കാരണം ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മള് 50 നോയമ്പില് നോൺ വെജ് കാണിക്കുന്നു എന്ന് അവര് ചോദിക്കുന്നതിൽ ഞാൻ ഒരു തെറ്റും അവരെ പറയൂല. പുതിയ വ്യൂവേഴ്സിന് അത് മനസ്സിലായിട്ടുണ്ടാവൂല. പക്ഷെ പേത്രത്തായുടെ അന്ന് കൃത്യമായിട്ട് ശനിയാഴ്ച വൈകിട്ട് പുറത്തു പോയി ഞങ്ങൾ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് വന്നിട്ട് ഹസ്ബൻഡ് ഡീറ്റെയിൽ ആയിട്ട് നോയമ്പിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അവര് കേട്ടിട്ടില്ലായിരിക്കും. പക്ഷെ പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. പഴയ വ്യൂവേഴ്സും കേട്ടിട്ടുള്ളവരും ചിലപ്പോ ഇതിൽ ചോദിക്കുന്നുണ്ടെന്നാൽ എനിക്ക് കമന്റുകൾ വായിക്കുമ്പോൾ ഓരോരുത്തരുടെ കമന്റ് വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ അതൊക്കെ പോട്ടെ, നമുക്ക് വിഷയമല്ല. കാരണം നമ്മൾ ആരെയും ബോധിക്കാനല്ല ഒന്നും ചെയ്യണം. ഓരോരുത്തർക്ക് എല്ലാവരുടെ ലൈഫിൽ ഓരോരോ കാര്യങ്ങളുണ്ടാകും. അപ്പൊ നമ്മള് കുറച്ചൊക്കെ പ്രായമായി കഴിയുമ്പോൾ ഇതൊക്കെ വർജിക്കണം. പ്രവൃത്തി മാത്രം പോരാ, ഭക്ഷണം കുറച്ച് വർജിച്ച നല്ലതാണ്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാ.
കഷ്ടാനുവാഴ്ചയൊക്കെ യേശുക്രിസ്തു എന്തോരം ത്യാഗം അനുഭവിച്ച കുരിശ് തറച്ചു, ഉയർത്തെഴുന്നേറ്റു, കയ്പുനീര് കുടിച്ച്, ഇങ്ങനെ ഓരോ ഇതും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ 50 ദിവസം നോയമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ വിഷയമൊന്നുമല്ല. ഞാനിവിടെ വന്ന കാലഘട്ടത്തിൽ ഇവിടെ അമ്മച്ചി 50 ദിവസം നോയമ്പ് നോക്കുവായിരുന്നു. അപ്പൊ അന്നേരം അമ്മച്ചിക്ക് 70 വയസ്സോളം ഉണ്ട്, പക്ഷെ അമ്മച്ചി 50 ദിവസവും നോയമ്പെടുക്കും. അതുപോലെ ഞങ്ങളുടെ ഒരു ഫാമിലി റിലേറ്റീവ് പുളിമൂട്ടിലെ അമ്മാമേ, മംഗലത്തെ പാപ്പ, അങ്ങനെ ഞങ്ങളുടെ ഒരുപാട് പേര് ബന്ധുക്കൾ ഇവിടെ 50 ദിവസം നോയമ്പെടുക്കണവരുണ്ട്. അപ്പൊ അന്ന് ഞാൻ ഓർക്കും, എന്റെ വീട്ടിലൊക്കെ അവസാന ആഴ്ച നോയമ്പെടുക്കാം അന്നത്തെ കാലഘട്ടം. അപ്പൊ ഞാൻ ഓർക്കും ഇവരൊക്കെ 50 ദിവസം എങ്ങനെയാ പോലും എടുക്കണേ. ഞങ്ങൾ ഈ 50 ദിവസം നോയമ്പെടുക്കണത് ശരീരവും നമ്മളൊന്ന് ക്രമീകരിക്കണം അതിനു വേണ്ടി. അത് നമുക്ക് ഒരു ഒരുക്കം, ഈസ്റ്റർ ആഘോഷിക്കാനുള്ള ഒരു ഒരുക്കമാണത്. അപ്പൊ ഞങ്ങൾ ഈ നോൺ വെജ് ഇതിൽ കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസ്റ്ററിന് മുമ്പ് ഞങ്ങൾ കുറച്ച് നോൺ വെജിന്റെ റെസിപ്പീസ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില് എല്ലാ വിഭാഗക്കാരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ വെജ് മാത്രം കാണുമ്പോ അവർക്കും ഒരു ബോറടി വരരുത്. ഇടയ്ക്ക് അതുകൊണ്ട് ഓരോ നോൺ വെജിന്റെ ഐറ്റംസ് ഞങ്ങള് പിടിച്ചു വെച്ചിരിക്കുന്ന വീഡിയോയാണ് റിലീസാക്കുന്നത്. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ പറഞ്ഞില്ലേ, പല വിഭാഗക്കാർ കാണുമ്പോ എല്ലാവരും ഇത് കാണിച്ചോണ്ടുള്ള ഒരു വീഡിയോ അല്ലേ ഇത്. പിന്നെ പുതിയ വ്യൂവേഴ്സിനോടാണ് ഞാൻ കൃത്യമായിട്ട് ഇത് പറയണേ. പിന്നെ ഇത് അറിയാവുന്ന വ്യൂവേഴ്സും ഇതിൽ കമന്റ് ഇടപെടുന്നത് മനസ്സിലായതുകൊണ്ട് അവരും ഒന്നുകൂടി മനസ്സിലാക്കിക്കോട്ടെ എന്നോർത്ത് ഞാനിപ്പോ ഇത് പറഞ്ഞതാട്ടോ. അപ്പൊ നമ്മള് ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 വീടുണ്ടെങ്കിൽ 50 വീട്ടിലും നൊയമ്പ് പൂർണ്ണമായിട്ട് നോക്കണവരാ. ഇവിടെയുള്ള വീടുകളിൽ 50 വീടുകൾ എനിക്ക് പലരുടെ അതറിയാം. കാരണം ഞങ്ങളിങ്ങനെ ഒരുപാട് വീടുകൾ ഈ ഏരിയയിൽ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ട്. അവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് നൊയമ്പാണ്. അപ്പൊ ഞാൻ അന്നേരം ഓർക്കും, അവരും അങ്ങനെ എടുക്കലുണ്ട്. അപ്പൊ നമ്മള് ഇതൊരു വലിയ സംഭവം അല്ല. അപ്പൊ ഞങ്ങള് പാല് ഉപയോഗിക്കും, തൈര് ഉപയോഗിക്കും, മോര് ഉപയോഗിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ മറുപടി. നേരത്തെ വെച്ചിരിക്കുന്ന വീഡിയോ റിലീസ് ആക്കണതാണ് നോയമ്പിലോട്ടോ. ഓക്കെ, ഇന്ന് തട്ടുദോശയാണോ? അല്ല, നോർമൽ ദോശയാ. ഇന്നെന്നാ പതിവില്ലാതെ വലുത്? ഇച്ചിരി വലുതാ, 2 മതി കേട്ടോ. പ്ലേറ്റിലേക്ക് ഇടാം. അടുത്ത് നീ തിന്നുമ്പോഴത്തേക്ക് നിനക്ക് കൊണ്ടുവന്നേക്കാം. അമ്മയ്ക്കൊരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നും ഈ കൊണ്ടുവരണാണല്ലോ. ഞാനിപ്പോ ഇതെല്ലാം ഉൾക്കൊണ്ട് എന്ത് ചെയ്യും? അല്ല, ഇത് കുഞ്ഞു സാധന, തീരെ കുഞ്ഞു സാധന. അതില്ലേ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? നൊയമ്പും അല്ലേ, പിന്നെ മൂർധന്യായി 40 വെള്ളിയാഴ്ചയാണ്. അതെ അതെ. നാളെ കോഴിക്കോട്ടെ ശനി. അതെ അതെ അതെ. പിന്നെ ഓശാന, കഷ്ടാനുമാഴ്ചവാരായി ഓൾറെഡി. അപ്പയ്ക്ക് കൊടുക്കട്ടെ കേട്ടോ. പറഞ്ഞു തന്നാലേ അപ്പയ്ക്ക് യാത്ര കഴിഞ്ഞ് വന്നോണ്ട് നെയ്യ് തളം കെട്ടണം. 2 മതി കേട്ടോ. ഇത് അപ്പയ്ക്കാന്നേ. ആണോ? എനിക്ക് നീ അത് കൊണ്ടോക്കോ, എനിക്ക് ചുട്ടോണ്ട് വന്നോളാം. കഴിച്ചോ. ദോശ എങ്ങനെയുണ്ട്? സൂപ്പർ ദോശയാണ്. നെയ്യൊക്കെ തളം കെട്ടുണ്ട്. അമ്മ ഉണ്ടാക്കുന്ന ദോശ നല്ല സൂപ്പർ ദോശയാണ് എല്ലാ പ്രാവശ്യവും. കറക്റ്റ് പുളി, കറക്റ്റ് സോഫ്റ്റ്നെസ്. അതിലാണ് കാര്യം. കറക്റ്റ് പുളി. നല്ല ദോശ. ഞാൻ തന്നെ പരിമലയ്ക്ക് പോയായിരുന്നു. പ്രേക്ഷകരോട് പറഞ്ഞില്ല, നീ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. അപ്പൊ വഞ്ചനാടിന് കയറ്റി രാവിലെ. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്യാൻറ്റീനിൽ ഭയങ്കര തിരക്കായിരുന്നു. എൻ്റെ അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് 2 അപ്പ കഴിച്ച. അപ്പൊ അവിടുത്തെ വെജിറ്റബിൾ കറിയും കടലക്കറിയും എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട്. നമുക്കടെ രുചിക്കുള്ള രീതിയിലുള്ളതല്ലായിരുന്നു. പിന്നെ സ്വല്പം പഞ്ചസാര മേടിച്ചേച്ചില്ലേ, ഇച്ചിരി വെള്ളം, ചൂടുവെള്ളം കുടിക്കാൻ പറ്റായിരുന്നു. അത് ഒരു പ്ലേറ്റ് എടുത്തേച്ചാലും ചാടിച്ചാലും അങ്ങനെയാ കഴിച്ച. പഴയ കാല ഓർമ്മകൾ ഉണർന്നു. പണ്ട് അമ്മ അപ്പത്തിന്റെ കൂടെ പഞ്ചസാര മുക്കി, അത് കള്ളപ്പത്തിന്റെ കൂടെ പഞ്ചസാര. ആ ഓർമ്മ അമ്മയ്ക്ക് ഉണർന്നു. ഉണ്ടെന്ന് ദോശയുണ്ട്. നിന്റെ കൈ പൊള്ളിയില്ല, അങ്ങനെ കൊണ്ടുവരരുത്. തവയുടെ അടുത്തേക്ക് കൈ നാശാവോ, പൊള്ളി. ഇത് കപ്പയാ. നിനക്ക് മുരിഞ്ഞത്. അപ്പയ്ക്ക് അത്രയും മുരിഞ്ഞത് താല്പര്യമില്ല. അപ്പയ്ക്ക് സോഫ്റ്റ് ആണ് ഇഷ്ടം. അമ്മയ്ക്ക് ബട്ടർ ഇഡലി കഴിക്കണോ? എന്നാ ബട്ടർ ഇഡലി കഴിക്കണ്ടെന്ന് പറഞ്ഞു. സ്ഥലമാണല്ലേ പറഞ്ഞു. എനിക്ക് ഇരുന്ന് വിശദമായിട്ട് ഇതുപോലെ കഴിക്കണം. നല്ല വിശാലമായ മേശയും അങ്ങനെയുള്ളവരാണെങ്കിൽ പോവാം. ഞാനില്ല. ഒന്നാമതെയുള്ള കാര്യം എന്നാ വെച്ചാൽ നിന്നും കിടന്നും കഴിക്കുന്നത് മര്യാദക്ക് ഇരുന്ന് സമയമെടുത്ത് ഭംഗിയായിട്ട് കഴിക്കുക. അപ്പയുടെ തീരെ പതപ്പിച്ചിട്ടില്ല. ഇത് കണ്ടോ?
പക്ഷെ ഒട്ടും ചൂടില്ല, കുടിച്ചു നോക്കി. എന്റെ നല്ല ചൂടുണ്ടല്ലോ. അമ്മ തന്നെ പരിമല പോയിട്ട് എന്തൊക്കെയാണ് അനുഭവങ്ങൾ? ഇടയ്ക്ക് പോണതല്ലേ, പക്ഷെ ചൂട് കൂടെ തന്നെയായിരുന്നു. രാവിലെ വെഞ്ചനാടിന് 5:36 സ്റ്റേഷനിൽ നിന്ന് കയറി, 7:05 തിരുവല്ലയിൽ ഇറങ്ങി. അവിടുന്ന് പ്രൈവറ്റിന് പരിമല കോമ്പൗണ്ടില്, പിന്നെ തിരിച്ചവിടുന്ന് 10:15. 7:30 പരിമല ചെന്നു, 10:15 7:40 ചെന്നു, 10:15 അവിടുന്ന് പോന്നിട്ട് അവിടുന്ന് നിനക്കറിയാലോ മാറി മാറി കയറണം. അവിടുന്ന് KSRTC തിരുവല്ല, തിരുവല്ലയിൽ KSRTC കോട്ടയം. കോട്ടയത്ത് വന്നപ്പോ എൻക്വയറിയിൽ അവര് പറഞ്ഞു 20 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ലോ ഫ്ലോർ AC കിട്ടും. ഞാൻ ചോദിച്ചിട്ടാ, പക്ഷെ 20 മിനിറ്റ് 30 മിനിറ്റ് ഇരുന്നിട്ടും ലോ ഫ്ലോർ ഒന്നും വന്നില്ല. ഉടനെ വൈറ്റില KSRTCയിലേക്ക് കയറി. അതിൽ കയറി അപ്പൊ അന്നേരത്തേക്കും തലവെളിപ്പറമ്പ് വന്ന ഫുഡ് കഴിച്ച് ആര്യയെ കയറി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഊണ് കഴിച്ചു. എന്നെ വിളിക്കാനായിട്ട് അപ്പൊ അങ്ങോട്ട് എത്തിയതാ. ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ 1:45 2 അന്നേരം. അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോ അവര് പറഞ്ഞ KSRTC വന്നു കൊട്ടാരക്കരയെന്നാണ്. അപ്പൊ കുറച്ചു നേരം കൂടെ ഇരുന്നായിരുന്നെങ്കിൽ AC-യിൽ ഇരുന്ന് പോരായിരുന്നു. 3 മണിയോടുകൂടി ഇവിടെ വന്നു. ചൂടുണ്ടെന്നേ ഉള്ളു, ഇടയ്ക്ക് പോണതല്ലേ, പിന്നെ അത് വീഡിയോ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് എടുത്തില്ല. ആരെയും സബ്സ്ക്രൈബേഴ്സിനൊന്നും ഇത്തവണ അവിടെ വെച്ച് കണ്ടില്ല. പക്ഷെ ആര്യന്ന് ഇറങ്ങിയപ്പോ ഒരു ലേഡിയായിട്ട് സംസാരിച്ചു, പേര് സുജ, ചങ്ങനാശ്ശേരിക്കാരിയെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാനിപ്പോ അവിടെ ചുറ്റിവെച്ച് വരുവാന്ന്. ആര്യ അല്ല ചേച്ചി അവിടെ എന്തിനു പോയതാന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ പോയതാന്ന് പറഞ്ഞു. കുറച്ചു നേരം സംസാരിച്ചു, പുള്ളിക്കാർക്ക് വളരെ ത്രില്ലായി. അപ്പേനെ കണ്ടപ്പോഴേ പെട്ടെന്ന് മനസ്സിലായെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് മിഠായി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വേറൊരു സാധനവും ഉണ്ട്. മിഠായി എല്ലാവർക്കും കഴിക്കാം. മറ്റേ സാധനം അമ്മയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സാധനമാണ്. ഇത് മിഠായികളാ. ഈ പണ്ട് കാലത്തെ കുറച്ച് ഹൗസ് ഓഫ് കാൻഡിയുടെ, പക്ഷെ ഇത് ഇച്ചിരി കേമപ്പെട്ടയാ. പക്ഷെ ഈ ടൈപ്പ് പണ്ട് നമ്മൾ പല ടൈപ്പ് മിഠായികൾ കഴിക്കുമായിരുന്നു ഇതിനകത്തുള്ളത്. പക്ഷെ ഇത് കൂടിയ ബ്രാൻഡാ. ഇത് നല്ല വിലയുള്ള മിഠായികളാ. അസോട്ടടാ. അത് അതെ 150 ഗ്രാം 300 രൂപയാ. പ്ലേറ്റിൽ കാണിക്കാം. ഞാൻ പല ടൈപ്പ് അസോർട്ട് ചെയ്ത് മേടിച്ചതാ. മറ്റേ സാധനം അമ്മയ്ക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു സാധന. ഇത് ലുലുന്ന് മേടിച്ചതാ. മറ്റത് ലുലു അല്ല. പല ടൈപ്പ് ഉണ്ട്. പണ്ട് നമ്മള് കഴിക്കണ മിഠായി ഒക്കെ തന്നെ ഈ ജെല്ലി പോലത്തെ ഒക്കെ ഇല്ലേ, അതൊക്കെ തന്നെയാ. പക്ഷെ അത് ഇച്ചിരി കൂടിയ ബ്രാൻഡാന്ന് മാത്രം. ഹൗസ് ഓഫ് കാൻഡി ഹോളി അല്ലേ, അതുകൊണ്ട് പല കളറിലുള്ള മിഠായി ഞാൻ മേടിച്ചതാ. അത് മാഷ്മലയാ. പുളിയുള്ളതൊക്കെ ഉണ്ട് ഇതിനകത്ത്. അത് ഞങ്ങള് ഹോം സയൻസ് പഠിക്കുമ്പോ അവിടെ ഇതിന്റെ ഐസ്ക്രീം ഏതാണ്ടൊക്കെ ചെയ്യുമായിരുന്നു. ഐസ്ക്രീം പുളിയുള്ളതുണ്ട്. ബ്ലൂ പുളിയുള്ളതാന്ന് എനിക്ക് തോന്നുന്നത്. ജെല്ലി പോലെ ഇരിക്കുന്ന കുറെ ഉണ്ടല്ലോ അല്ലേ, ഈ പപ്പായ കൊണ്ട് ചെയ്യുന്നത്. 2 കഷ്ണം ഞാൻ കഴിച്ചു. മറ്റേത് 2 ഉണ്ടായിരുന്നു. അത് അത് തൂക്കി മേടിച്ച. അവിടെ ഒരു ഷോപ്പ് ഉണ്ട് ഇതിന്റെ, ക്യാൻഡി എന്ന് പറഞ്ഞ. ഹൗസ് ഓഫ് ക്യാൻഡി. ഒരു ഡപ്പയിലിട്ട് വെക്കാം അല്ലേ, ഒറ്റയടിക്കെല്ലാം കഴിക്കാൻ പറ്റില്ല. അത് പറ്റൂല. ഡപ്പയിലിട്ട് വെക്കാതെ നല്ല. എന്നാ ഹോളി ഈയിടയ്ക്ക് എപ്പോഴും ആണ്. ഇപ്പൊ ഹോളി പ്രമാണിച്ച് അവിടെ നല്ല വൈബൊക്കെ ഉണ്ട് ഇപ്പം. കഷ്ടാനുമായിട്ട് ചെയ്യുമ്പോൾ പിന്നെ അതൊന്നും നോക്കാറില്ല. അതെ. അപ്പൊ ഓരോന്നും ശാസ്ത്രീയമായിട്ട് വെച്ചു. അപ്പയ്ക്ക് സാധിക്കുന്ന ഒരു സംഭവം എനിക്ക് സാധിക്കാത്തത്. അതെ. ഒരു ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. വിദേശത്ത് നിന്ന് ഖത്തറിൽ നിന്നാന്ന് തോന്നുന്നു. അവര് നമ്മുടെ വീഡിയോ റെഗുലർ ആയിട്ട് കാണണ്ട ആ ലേഡിയും ഹസ്ബൻഡും. അപ്പ ഇങ്ങനെ ബാഗിൽ സാധനമൊക്കെ മേടിച്ചോണ്ട് വരുമ്പോ അവരുടെ അച്ഛനെ ഓർക്കും. എന്നെ കാണുമ്പോ എപ്പോഴും അവരുടെ അമ്മയുടെ മെമ്മറിയാണ്. രണ്ടുപേരും മരിച്ചുപോയി, ഇപ്പൊ അവര് ജീവിച്ചിരിപ്പില്ല. സ്ഥിരം വീഡിയോ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇങ്ങനെ അവരുടെ അച്ഛനെ അമ്മേനെ നമ്മളിലൂടെ അവര് കാണുമെന്ന് ഒരു പാരഗ്രാഫ് എഴുതിയിട്ടുണ്ടായിരുന്നു. പേര് ഞാൻ വിട്ടുപോയി. അപ്പൊ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇത് ഞാൻ ഒരു കഷ്ണം എടുത്തു, പകുതി. ഏത് വേണമെങ്കിലും. പകുതി ഞാൻ കടിച്ചു വെച്ചിരുന്ന.
ഇത് ഈ പണ്ടത്തെ ടൈപ്പ് ജെല്ലി മിഠായികളില്ലേ, ഹൗസ് ഓഫ് ക്യാൻഡി. ആ ഫ്രിഡ്ജിൽ വെച്ചേരാം. ഞാൻ ഉറുമ്പ് കയറാതെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന. ഇതൊന്ന് കഴിച്ചേ. അമ്മയ്ക്ക് ഇത് പിടിക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. മറ്റേത് കഴിച്ചു നോക്ക്. അതങ്ങ് കഴിച്ചോ. അല്ല പഴയ ഓർമ്മ. 88 കാലഘട്ടം 87. അല്ല വേണോ? വേണ്ട, ഇത് കഴിച്ചു. അതെ ഇതിനകത്തുള്ളതൊക്കെ പുളിയുള്ളതൊക്കെ കഴിച്ചു നോക്കിയേ. ഈ ബ്ലൂ കളർ ഒന്ന് എടുത്തു നോക്കിയേ. പുളി അത് ചോദിച്ചു മേടിച്ചതാ കേട്ടോ. അതല്ല അത് തിന്നേച്ച് മിറാക്കിള്. ആ മിറാക്കിള് കഴിച്ചിട്ട് ഇത് കഴിച്ചാ മതി. അതിലില്ല നാളെ ചോദിച്ചു മേടിച്ച് അല്ല സെലക്ട് ചെയ്തെടുക്കാം. ആ സെലക്ട് ചെയ്തെടുത്താ മധുരം കുറവുള്ളത് നോക്കി എടുത്തതാ. മറ്റേ സാധനം എടുത്തോണ്ട് വരാം. ഡെപ്പ എടുക്കാട്ടോ അന്നത്തേക്ക്. ഇതിന് പുളി കുറവാ, പുളി കുറവാ. ഇത് നല്ല പുളിയാ. മറ്റേ സാധനം എന്നാന്നറിയോ? ഇതാണ് ആ സാധനം. മോൾഡല്ലേ? കോഴിക്കോട്ട മോൾഡ്. നാളെ ഇതിൽ ചെയ്താലോ? എവിടെന്നാ? ഓൺലൈനാ. ആണോ? ആ കൊച്ച ഇത് നോക്കിയായിരുന്നോ കവടിപ്പാത്രം? ഞാൻ നോക്കി, പക്ഷെ ഭയങ്കര വിലയാ. എന്ത് റേറ്റ് ഉണ്ട്? 8000 രൂപയൊക്കെ. 1000 ആണെങ്കിൽ പോലും ഞാൻ മേടിക്കും. പിന്നെ അതിനകത്ത് സെറാമിക് ആയിട്ടാ തോന്നിക്കണത്. ഒറിജിനൽ ആണെന്നും അറിയില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ പിഞ്ഞാണ്. ആ പിഞ്ഞാണത്തിന് ആ റേറ്റിന്റെ ഒരാവശ്യമില്ല. മാക്സിമം ഇപ്പോഴത്തെ റേറ്റ് വെച്ച് മാക്സിമം പോയ ഒരു 10-200 രൂപ. പണ്ടത്തെ കാലത്ത് 10-20 രൂപയ്ക്ക്, അത് വർഷങ്ങൾ മുമ്പാന്ന് വെക്കാം, ഒരു 250 രൂപയിൽ ഒരിക്കലും കൂടുതൽ റേറ്റിന്റെ ആവശ്യമില്ല. അത് വേണ്ട. പിന്നെ സെറാമിക് ആയിട്ട് അത് തോന്നിക്കണത്, മെറ്റലായിട്ട് തോന്നിച്ചില്ല. ആരോ എന്നോട് പറഞ്ഞായിരുന്നു മേടിക്കുവാണെങ്കിൽ പറയണം നല്ല റേറ്റ് വരും. 1000 രൂപയാണെങ്കിൽ പോലും ഞാൻ മേടിക്കില്ല. ആ റേറ്റിന് എന്തായാലും മേടിക്കാൻ ഉദ്ദേശമില്ല. എന്തായാലും പറഞ്ഞു തന്നതിന് താങ്ക്സ് കേട്ടോ. പ്രത്യേകം താങ്ക്സ്. പക്ഷെ നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു റേറ്റ് അല്ലെങ്കിൽ ശരിയാവും. ഒരു മിക്സിയുടെ വിലയായി അല്ലേ? ഇത് കൊള്ളാം. ഇതിങ്ങനെ ഊരണായിരിക്കും. ഇങ്ങനെയാണോ? ശനിയാഴ്ചത്തേക്ക് ഇനി കോഴിക്കോട്ട് ഉണ്ടാക്കി ഷേപ്പ് റൗണ്ട് കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് വേണം. അപ്പൊ റൗണ്ടിൽ തന്നെ മറ്റേ മോളുടെ ഇവിടെ ഇരിപ്പുണ്ട്. അതുണ്ട് മോദക്. അത് ഞാൻ ആ പ്ലേറ്റ് ഇതൊക്കെ വെക്കുന്ന ട്രെയില വെച്ച് വെച്ചിരുന്നത്. അത് കറക്റ്റ് സൈസ്, പക്ഷെ ഇച്ചിരി വലുതാ അത് അല്ലേ? ഇതല്ലേ ഇച്ചിരി വലുതാ. അത് ഇച്ചിരി ചെറുതുവാ. ഇതാ ഏറ്റവും ചെറുത്. ആണോ? ഇതില് രണ്ടിലും ഉണ്ടാക്കാം. ഇത് ഇച്ചിരി വലുതാ. ഇത്രയും വലുത് പൊണ്ണപ്പം വേണ്ട. ഇടയ്ക്ക് ഉണ്ടാക്കാം നമുക്ക്. പക്ഷെ ഇത് കൊള്ളാലോ. ഇത് നല്ല സാധനം. ഇത് മോളുടെ കൊള്ളാം. ഇതിന് എത്ര റേറ്റ്? റേറ്റ് അധികമൊന്നും ഇല്ല, 300 രൂപ താഴെയാന്ന് തോന്നണ്. ഇത്രയും റേറ്റ് ഉണ്ടല്ലേ? സിലിക്കണായിരിക്കും ചിലപ്പോ. അതെനിക്ക് അറിയാൻ പാടില്ല. പ്ലാസ്റ്റിക് അല്ല എന്തായാലും. അല്ല അല്ലേ? കൊള്ളാം. പ്ലാസ്റ്റിക് അല്ല. മറ്റേ മോളുടെ എവിടെ നിന്നായിരുന്നു? അത് പോത്തീസിന്നാ മേടിച്ച. ആരോ ചോദിച്ചു. എടി നമ്മൾ രണ്ടുപേരും കൂടെ പോയപ്പോഴാണ്. അല്ല ഞാൻ അല്ലാതെ മേടിച്ച. ഇതാകുമ്പോ കറക്റ്റ് റൗണ്ട് കിട്ടും. ഇത് മേടിക്കാൻ കാര്യം എന്താ വെച്ചാൽ ഇത് ആമസോണിൽ ഒരാൾ ഇത് വെച്ച് ഉണ്ടാക്കണ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇത് വർക്കൗട്ട് ആവുന്നു. അതുകൊണ്ടാണ് ഞാൻ അപ്പൊ തന്നെ ഇത് ഓർഡർ ചെയ്തത്. അപ്പൊ നമുക്ക് ഇത് ഇതിനകത്ത് മറ്റേതുപോലെ തന്നെ വെച്ചേച്ച് ഇങ്ങനെ ഇതെല്ലാം തുറന്നോ? നട്ടുമറ്റ് ഇടണോന്നില്ല. ഇവിടെ കുത്തിയല്ലേ തുറന്നു. എന്നിട്ട് നമുക്കങ്ങനെ പരത്തി വെച്ച് കണ്ണാടി വെക്കണം. മനസ്സിലായി. ഇത് എല്ലാം കഴിഞ്ഞിട്ട് അത് തുറക്കണം. ഉള്ളിക്കടയാണ് ഇടേണ്ടത്. അതീക്കട ഇടണ്ടേ? ഓ അതീക്കട ഇട്ടേച്ചപ്പോ കൈ കൊണ്ട് ഇങ്ങനെ ഇത് ചെയ്യണം. അങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്യണം അല്ലേ? എന്നിട്ട് പിന്നെ സിറപ്പതും പോട്ടെ, അതിനകത്ത് വെക്കേണ്ട സാധനം അതിൽ തന്നെ വെക്കണം. വെച്ചിട്ട് പിന്നെ സ്വല്പം വെച്ച് മൂടണം. എല്ലാം കഴിഞ്ഞിട്ട് മറ്റേതുപോലെ തുറക്കണം. കിട്ടി. നാളെ ചെയ്യാം. നിങ്ങള് രസകരമായ ആ മോൾഡിങ് ഞാൻ കാണിച്ചു ചെയ്യണമെന്ന് എന്റെ
ഭാവനയിൽ ഞാനൊന്ന് ആലോചിച്ചു അതെ. ചിരിച്ചു വന്ന് എന്തായാലും കാണിക്കാട്ടോ, നാളെ വൈകിട്ട് കാണിക്കാം. അപ്പൊ ആർ യു ഹാപ്പി? പിന്നെ വളരെ സന്തോഷം. മറ്റതിൽ 100 ഭേദമല്ലേ? നാളൊരു കാര്യമുണ്ട്, കുര്യാക്കോച്ചേട്ടൻ വരും. പെയിന്റിങ് കംപ്ലീറ്റ് ചെയ്യാൻ. അത് 3 ദിവസത്തേക്ക് പുള്ളിക്ക് വേറൊരു ആവശ്യമുണ്ട്, ഒരു മരണ സംഭവം നടന്നു. ഒരു ബന്ധു, അത് കാരണം 3-4 ദിവസത്തേക്ക് പുള്ളി വന്നില്ല. അപ്പൊ നാളെ അത് കുഴപ്പമില്ല, പുറകു സൈഡാ, കിച്ചണിൽ രാവിലെ കയറിക്കോളും. നമ്മൾ ഉച്ച കഴിഞ്ഞല്ലേ ഇതിന്റെ പരിപാടി. കിച്ചണും വർക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഡോറിന്റെ ഒക്കെ ചെയ്യാനുണ്ട്, പിന്നെ പുറകുവശത്ത് ബാക്കി ചെയ്യാനുള്ള കടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആ സമയത്ത് ചെയ്യാം. നല്ലതാ. ഏറ്റവും ചെറുതാ, മീഡിയ വലുതാ, കൊള്ളാം. ഇത് ശരിക്കും ലഡു ഒക്കെ ഉണ്ടാക്കാൻ എടുക്കണതാ. അതെ, വീഡിയോയിൽ പക്ഷെ ഒരാൾ ചെയ്തിട്ടുണ്ട്, ആമസോണിൽ തന്നെ ഒരാള് റിവ്യൂവിൽ ഇട്ടിട്ടുണ്ട് ഇത് ഉണ്ടാക്കണ വീഡിയോ. അത് ലഡു ആണെന്ന് എനിക്ക് തോന്നണേ. അപ്പൊ എനിക്ക് തോന്നി വർക്കാവുന്നത്. എന്റെ വിരല് കിടത്തി ഇതൊന്ന് പരത്താനാണല്ലോ ചെയ്യാൻ എന്ന് വെച്ചാ ഈ ഭാഗം പാവട്ടം കുറവായതുകൊണ്ട് നമുക്ക് വിരലുകൊണ്ട് ചെയ്യാം. അത് തുറന്നേച്ച് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അങ്ങനെയും ചെയ്യാം, പറ്റൂന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ ശരിക്കും ചെയ്യണത് ഇങ്ങനെയാന്ന് എനിക്ക് തോന്നണേ. പണ്ട് ആ മോദക്കൊക്കെ അമ്മ അങ്ങനെയാ ചെയ്തത്. അതെനിക്ക് ഓർമ്മയുണ്ട്, തുറന്നേച്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് അടച്ചു വെച്ചാലല്ലേ ഇതിന്റെ ഷേപ്പ് മൊത്തം. അതെ ഷേപ്പ് അപ്പോഴേ കിട്ടുള്ളൂ. നാളെ ചെയ്യാൻ എണ്ണ പെരട്ടണായിരിക്കും, അത് വേണം വിട്ടു പോരാൻ വേണ്ടി. മറ്റത് അമ്മയ്ക്ക് മെടയണത് ബുദ്ധിമുട്ടല്ലേ, അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇത് കുറച്ചുകൂടി എളുപ്പം. അപ്പൊ നാളെ ചെയ്യാൻ കേട്ടോ. നല്ല സാധനം ഏതായാലും കൊള്ളാം. അതൊക്കെ എന്നാ മേടിച്ചോണ്ട് വന്നേന്ന് പറഞ്ഞില്ലല്ലോ അമ്മ. അപ്പൊ ചോദിച്ചു, ഞാൻ മാല ഇടാറ് പോലുമില്ല. അപ്പോഴാണ് അമ്മയുടെ ഒരു മാല. അമ്മയ്ക്ക് കുറച്ച് സന്തോഷമായി തോന്നുന്നു. ഏതായാലും വിഷമിക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യം വേറെ രീതിയിലുള്ള കോഴിക്കോട്ടെയായിരുന്നു, ഇത്തവണ റൗണ്ട് ഷേപ്പ്. കോഴിക്കോട്ടെ ഉണ്ടാക്കി കഴിയുമ്പോ പറയും എങ്ങനെയാണോ കോഴിക്കോട്ടെ എങ്ങനെയാ. സൂപ്പറാ, പക്ഷെ ഷേപ്പ് അമ്മയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് മാത്രം. നല്ല പാടാ. ഇന്ന് അവര് വീഡിയോയില് കണ്ടിട്ടുണ്ടാവും കോഴിക്കോട്ടെ ഉണ്ടാക്കണതില്ലേ. നേരത്തെ നാളെ വൈകുന്നേരം നട്ടും ബോൾട്ടാണോ മുറുക്കണത്? മൂന്നെണ്ണം ഉണ്ട് കേട്ടോ. ക്ലോസിങ് നല്ല സ്ട്രോങ് ആ. ഇതെന്തിനാ ഇത്? അതിന്റെ മോളിൽ കൂടെയാണ് ഈ മാവ് ഫില്ല് ചെയ്യുന്നത്. എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് തുറക്കണേ. അപ്പോഴാണ് റൗണ്ട് ഷേപ്പ് കിട്ടുക. അതായത് ഇതില് അരിപ്പൊടി ഇത് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഹോളിൽ കൂടെ ഇതെല്ലാം ഫില്ല് ചെയ്യണം. ആ ഹോളിൽ കൂടെ, ആ മോളിലത്തെ ഹോളിൽ കൂടെ എല്ലാം ഫില്ല് ചെയ്യണം. എന്നിട്ട് മറ്റേ മാവ് ആദ്യം വെക്കണം, ശർക്കര ആദ്യം വെക്കണം, പിന്നെ മാവ് വെച്ച് അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യണം. തുറക്കുമ്പോ കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. ഇല്ല, ഓൺലൈനിൽ കണ്ടതാ ഞാൻ. അങ്ങനെ ചെയ്യും. വെക്കും. മാവ് തന്നെ വെച്ച് ക്ലോസ് ചെയ്യാം. ഇത് തുറക്കും. ചരിക്കണ്ട, ഇത് തുറക്കും. തുറന്നിട്ടാണ് നമ്മള് വേവിക്കാൻ വെക്കണേ. ഇതിന്റെ വേറൊരു ഷേപ്പ് നമ്മുടെ കയ്യിലുണ്ട്, കഴിഞ്ഞ വർഷം മേടിച്ചായിരുന്നു. അത് റൗണ്ട് അല്ല, പക്ഷെ മോഡക്ക് എന്ന് പറഞ്ഞിട്ട്. ഇത് പെർഫെക്റ്റ് റൗണ്ടാ. അത് വീഡിയോ ചെയ്യണ്ട്. കാരണം ഇത് എനിക്ക് തോന്നണ സക്സസ്ഫുൾ ആയിരിക്കും. കാരണം മറ്റേത് സക്സസ്ഫുൾ ആയിരുന്നു, അപ്പൊ ഇതും സക്സസ് ആയിരിക്കും. അല്ല, ഞാൻ പറഞ്ഞെന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പുതിയ ഇതിങ്ങനെ മേടിച്ചതാണ്. ഇതിന്റെ ഉപയോഗങ്ങളും ഇത് ഉപയോഗിക്കുന്ന രീതികളും എല്ലാം ഒന്ന് പറയും. അത് നാളെ കോഴിക്കോട്ടെ ഉണ്ടാക്കുമ്പോ കാണിക്കാം. അല്ല, അതിന് മുമ്പ് ഇത് പറയണം. പറഞ്ഞു, ഇപ്പൊ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ ടെക്നോളജി നല്ലതാ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ വിരല് കൊണ്ട് എന്റെ വിരല് കേറൂല. മാവ് ഇരുന്നോളൂന്നേ. അല്ല, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല്
അതിന്റെ തിക്നെസ് പക്ഷെ എന്തുമാത്രം ഇത് വരും എന്നുള്ളതാണ്. അമ്മക്ക് കറക്റ്റ് ആയിട്ട് ആ മോഡലൊക്കെ കിട്ടിയായിരുന്നു. ചില സ്ഥലത്ത് ചിലപ്പോൾ തിക്നെസ് കൂടിയും കുറഞ്ഞും വന്നാലോ എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ ഇത് കോഴിക്കോട്ടേക്ക് തന്നെ ഉള്ളതാണെന്ന് അവർ പറയുന്നുണ്ടോ? കോഴിക്കോട്ടെ ലഡു ഒക്കെ ഉണ്ടാക്കാൻ എടുക്കാം. വരില്ല കഴിഞ്ഞ കൊല്ലം ചെയ്ത മോളുടെ ഷേപ്പ്. അത് ഇത് മുകളിൽ വാവട്ടം കൂടുതൽ അത് വെക്കായിരുന്നു. ഇത് ഇങ്ങനെ കൈ കടത്താൻ സ്പേസ് കൂടുതൽ. അതെ 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 അതെ. ഇതിലത്തെ ഒരു കുഞ്ഞു വരലേ കടക്കുള്ളൂ. അതെ അതെ അതെ. കടക്കണം. അല്ല മറ്റേ കടക്കില്ലേ? കടക്കുന്നുണ്ട്. മാവ് അകത്ത് മറ്റേ ഫില്ലിങ് വെക്കുക, പിന്നെ പശ വെച്ച്, പശയല്ല മാവ് തന്നെ വെച്ച് അടക്കുക, എന്നിട്ട് തുറക്കും. പക്ഷെ അമ്മ മാനുവലി ഉണ്ടാക്കുന്നത് വെച്ച് നോക്കുമ്പോ ഇത് കുറച്ച് ഈസിയാ. അമ്മ മാനുവലി വളരെ കഷ്ടപ്പെട്ടാ മോൾഡ് ചെയ്തെടുക്കണേ. മെടഞ്ഞെടുക്കണ ഭയങ്കര ബുദ്ധിമുട്ടിയാ. പക്ഷെ അതെന്നാന്ന് വെച്ചാൽ ഒരേ തിക്നെസ് വരികയും തിക്നെസ് ഏറ്റവും കുറഞ്ഞിരിക്കുകയും ചെയ്യുമ്പോഴാണ് അതിന്റെ രുചി. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്തെടുക്കുമ്പോ അതിങ്ങനെ ഇറ്റിറ്റ് വീണു തുടുത്തിരിക്കണം. അപ്പൊ ഒക്കുമെങ്കിൽ അത് ചെറിയ സൈസ് ആക്കുവാണ് ഏറ്റവും നല്ലത്. എന്താ കാര്യം എന്നറിയോ? ഒന്നെടുത്തു കഴിഞ്ഞാൽ അതുകൂടി തന്നെ വായിലിടാൻ പറ്റണം. കാരണം ഇത് നമ്മൾ ഒരെണ്ണം എടുത്ത് കടിച്ചാൽ പിന്നെ ബാക്കി കൈ മുഴുവനും കൂടി ഇതങ്ങ് ഒഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അത് ഒരുപാട് വലുത് ഉണ്ടാക്കരുതെന്ന് പറയുന്നതിന്റെ കാര്യം. ഇത് മൂന്ന് ഷേപ്പാ. ആണോ? ഓ നമുക്ക് ഏതാ ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാം. അതെ ഇത് എടുക്കാൻ പറയാട്ടോ ഈ ചെറുത്. അമ്മ മീഡിയം എടുക്കാന്നാ പറഞ്ഞേ. ഓ പക്ഷെ ഇവർക്ക് ഇത് വിരല് കിടക്കില്ല. ചെറുതിലുണ്ടാക്കി കഴിഞ്ഞാൽ അകത്ത് ഫില്ല് ചെയ്യുന്ന സാധനം വളരെ കുറച്ച്. അത് ശരിയാ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്തായാലും ഉണ്ടാക്കുമ്പോ നോക്കാം എത്രത്തോളം പ്രാക്ടിക്കബിലിറ്റി എത്രത്തോളം വരുമെന്ന്. നാളെ തന്നെ പരീക്ഷിക്കുകയും ചെയ്യാം.